ഇനി കാണാം വെക്കേഷൻ വരികയാണ്. ഈ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമ്പോ ചില ഇരിപ്പിടങ്ങൾ കാലിയായിരുന്നു. ആ മക്കൾ വിരുന്നു പോയതല്ല, ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്കാണ് വിരുന്നു പോയത്, നമ്മുടെ അശ്രദ്ധ കാരണം. ഇപ്പൊ വെക്കേഷൻ കൂടുതൽ വേണ്ട. ഇപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിന് ഒറ്റ ദിവസം ലീവ് കിട്ടിയപ്പോ പിറ്റേ ദിവസം പത്രത്തിൽ ഞാൻ കണ്ടു, രണ്ടും അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. 6 വയസ്സുകാരൻ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോയതാ, വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. 10 വയസ്സുകാരൻ അവധി ആഘോഷിക്കാൻ കൂട്ടുകാരോടൊപ്പം പഞ്ചായത്ത് കുളത്ത് പോയതാ, മുങ്ങി മരിച്ചു. നിങ്ങൾ വായിച്ചിരുന്നു? ഇത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ് കുട്ടികൾ ഷോക്കിങ് തൊണ്ടയിൽ കുടുങ്ങിയാല്, അതേപോലെ വെള്ളത്തിൽ മുഖം കുത്തിയാല്, അപസ്മാരം, അതുപോലെ ബോധം നഷ്ടപ്പെട്ടാല്, കരഞ്ഞ് ശ്വാസം പോയാല്, ഇതിനൊക്കെയുള്ള പ്രതിവിധി സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകൾ അത് മറ്റൊരു ദിവസം നമ്മുടെ ഉണ്ണേട്ടനോട് പറഞ്ഞാൽ മതി. ഞാൻ ട്രോമാ കെയറിന്റെ ഫസ്റ്റ് ട്രെയിനറാണ്. അങ്ങനെ ഒരു ക്ലാസ്സിന് ഞാൻ വരാം. അതെല്ലാ അമ്മമാരും പറഞ്ഞിരിക്കേണ്ട കേസുകളാണ്. മൂന്നാമത് പറഞ്ഞത്, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. മക്കളെ ദൈവം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും ആ മക്കളുടെ ചില സ്വഭാവം കാരണം, ചില പ്രവൃത്തി കാരണം കുടുംബത്തിന്റെ മുമ്പില്, നാട്ടുകാരുടെ മുമ്പില്, സമൂഹത്തിന്റെ മുമ്പില് അപഹാസ്യരാകുന്ന, അപമാനിതരാകുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്കറിയാം. ഞാൻ ഓരോ അനുഭവം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ മുഖങ്ങൾ ഓടി വരും. അതിനോട് സാദൃശ്യമുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടാവും. ഒരുപക്ഷെ കുടുംബത്തിലുണ്ടാവും, നാട്ടിലുണ്ടാവും. അറിവിൽ നിങ്ങൾ എങ്കിലും അറിഞ്ഞൊരു സംഭവം ഉണ്ടാവും. പറയാനുള്ള കാരണം, ഈ മക്കൾ മോശക്കാരായത് എങ്ങനെ? അത് ചോദ്യല്ലേ? ദൈവം നമുക്കൊക്കെ മക്കളെ തന്നത് പുതിയ സ്ലൈറ്റ് വാങ്ങിയത് പോലെയാണ്. നമ്മൾ ചെറിയ മക്കൾക്ക് സ്ലൈറ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ കളങ്കമില്ലാത്ത മനസ്സുമായിട്ട് നമുക്ക് ദൈവം തന്ന സമ്മാനമാണ് നമ്മുടെ മക്കൾ. ഈ കുഞ്ഞു വാവ നിഷ്കളങ്കരായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മുടെ സംരക്ഷണത്തിൽ വളർന്നു വരുമ്പോ ആ കുട്ടിയുടെ സ്വഭാവം മോശമായാൽ, സംസാരം മോശമായാൽ, ചിന്ത മോശമായാൽ, പ്രവൃത്തി മോശമായാൽ ആരായിരിക്കും ഉത്തരവാദി? ആരായിരിക്കും? പാരന്റ്സ് തന്നെയല്ലേ? അപ്പൊ നമ്മൾ മനസ്സിൽ എവിടെയാണ് ഫാൾട്ട് പറ്റിയത്? കുഞ്ഞുമാവ നമ്മുടെ സംരക്ഷണം വളർന്നു വരിക. എല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മിൽ നിന്നാണ്. പ്രത്യേകിച്ച് അമ്മമാര് ചിന്തിക്കേണ്ടത്, ഏത് കുട്ടിയുടെ പ്രഥമ പാഠശാലയാണ് മാതാവിന്റെ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ കുഞ്ഞിനെ മടിയിലിരുത്തി ആ മാതാവ് എന്ത് പറയുന്നോ ആ കുഞ്ഞ് പഠിക്കും, എന്ത് പാടുന്നുവോ ആ കുട്ടി പഠിക്കും. അപ്പൊ ഓരോ മാതാവും സ്വയം മനസ്സിനോട് ചോദിക്കണം, എന്റെ കുട്ടി പറയാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത എന്റെ വാക്ക് എന്റെ നാവിൽ നിന്ന് വരുന്നുണ്ടോ? ഉണ്ടോ? സ്വയം ചിന്തിച്ചു നോക്കിയേ. ഒരു എക്സാമ്പിൾ, സ്കൂളില്ലാത്ത ദിവസം നിങ്ങൾ അകത്തളം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും. കുട്ടികളൊന്നും സ്കൂളില്ലല്ലോ, മുറ്റത്തേക്ക് ഓടും, അകത്തേക്ക് കയറി വരും, വീണ്ടും ഓടും, വീണ്ടും കയറി വരും. ഈ സമയത്ത് കാൽപ്പാടുകളെ പതിയും തുടച്ച സ്ഥലത്ത്. ഈ സമയത്ത് അധിക അമ്മമാരുടെ നാവിൽ നിന്ന് വാക്കുണ്ട്, ഒക്കെ പണ്ടാവട്ടികൾ. പണ്ടാരെ, സ്വന്തം കുഞ്ഞിനെ പണ്ടാരെ എന്ന് വിളിക്കാത്ത അമ്മമാരുണ്ട് ഈ കൂട്ടത്തില്. ഇന്ന് വരെ വിളിക്കാത്ത അമ്മമാരൊന്ന് കൈപ്പൊക്കിക്കേ. നല്ല അമ്മമാരാണ്. എന്താ ഈ പണ്ടാറം അറിയോ? കേട്ടോളൂ. ഒരുപാട്, ഒരു ഹാള് ഫുള്ള് പാരന്റ്സ് ഉണ്ടായിട്ട് വിരലിൽ എണ്ണാവുന്ന ആള് മാത്രമേ കൈ പൊക്കിയിട്ടുള്ളൂ. പക്ഷെ അതിന് നേരെ വിരലിലും ചോദിച്ചില്ലെങ്കിൽ ആരും കൈ പൊക്കൂല. വിളിച്ചവർ കൈ പൊക്കിക്കെന്ന് പറഞ്ഞാല് ആരും കൈ പൊക്കില്ല. എന്താണ് ഈ പണ്ടാറം? തുടക്കം എവിടെന്നാവട്ടെ അറിയുമോ നിങ്ങൾക്ക്? അത് ഈ വാക്ക് എവിടെ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? കേട്ടോളൂ. പഴയ കാലത്ത്, ഇപ്പൊ കോവിഡ് ഒക്കെ വന്നു പോയി അല്ലെ? ലോകം മുഴുവൻ രീതിയിലാക്കിയ കോവിഡ് ഒരുപാട് ജീവൻ കൊണ്ടുപോയി. എന്നാൽ പോലും കോവിഡിൽ ഒരാളെ നമുക്ക് കണ്ട തിരിച്ചറിയാൻ പറ്റില്ല. അയാളെ കണ്ട നമുക്ക് അറപ്പോ വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? പഴയ കാലത്ത് വസൂരി എന്ന രോഗം ഉണ്ടായിരുന്നു. എന്താ ഈ വസൂരി? നടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുഴകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അത് വലിയ മുഴയാവും, അത് പൊട്ടി വൃണ്ണമാവും, ചീഞ്ചല മുഴയും, അസഹ്യമായ ദുർഗന്ധമായിരിക്കും. ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത്രയും ഘട്ടത്തിൽ ഈ രോഗം പിടിപെട്ട് ഇത്രയും ഘട്ടമായി കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, കുടുംബാവട്ടെ, അത്രയും രോഗിയെ സ്വന്തം വീട്ടിൽ കയറ്റൂല. കാരണം എന്താ അറിയോ? അങ്ങനെയുള്ള ഒരാളെ വീട്ടിലെ മുറിയിലേക്ക് കിടത്തിയാല് ആ വീട്ടിലെ ആളുകൾക്ക് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ, എന്തിനേറെ പറയുന്നു, ശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയും ദുർഗന്ധമായിരിക്കും.
ഇത്തരം ആളുകളെ കൊണ്ടുപോയി പൂട്ടിയിടാന് ഒഴിഞ്ഞ സ്ഥലത്ത്, ആൾതാമസമില്ലാത്ത സ്ഥലത്ത് ഒരു പുര ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പുരയിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടാറാണ് പതിവ്. ഏതെങ്കിലും സാധുവായ മനുഷ്യൻ ഈ പുരക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ അസുഖം ഭേദപ്പെട്ടിട്ട് ഇനിയും എന്റെ കുടുംബത്തിലേക്ക് മടങ്ങാം, എന്റെ കുഞ്ഞു മക്കളെ ഇനിയും എനിക്ക് ഒരുപാട് കാലം കൊഞ്ചിക്കാം, ലാളിക്കാം, സ്നേഹിക്കാം എന്നൊരു സ്വപ്നമേ വേണ്ട. ആ പുരക്കകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇടയ്ക്ക് ആളുകൾ വന്നു പോകും, ജീവൻ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് വരും. ജീവൻ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് തന്നെ കത്തിച്ച് കളയും. എന്തിനറിയോ? ആ രോഗാണുക്കൾ വീണ്ടും പകരാതിരിക്കാൻ. ഈ പുരയുടെ പേരാണ് പണ്ടാറപ്പുര. ഈ കത്തിച്ച് കളയുന്നതിന്റെ പേരാണ് പണ്ടാറ അടക്ക എന്ന് പറയുന്നത്. ഈ അത്രയും പഴയ കാലത്ത് ഇത്രയും മഹാമാരി ഈ ലോകത്ത് വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് തെളിവ് രണ്ട് വാക്കുകളാ. ഏതാ വാക്ക്? സ്വന്തം മാതാവ്. ആരാ മാതാവ്? 10 മാസം ഗർഭം ചുമന്ന് ഒരുപാട് വേദനയും യാതനയും സഹിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കി ഒരുപാട് ഉറക്കൊഴിച്ച് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കാലിലൊക്കെ നീര് വന്ന് മസില് കയറി ഒരുപാട് ത്യാഗം സഹിച്ച് മരണത്തിന്റെ പകുതി വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ മാതാവ് വിളിക്കുന്ന പേരാണ് എന്ത്? പണ്ടാറ. ഇനി വിളിക്കുമോ? ഇനി വിളിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു വിഷ്വലൈസ് ചെയ്യണം, മനസ്സിലൊരു ഇമേജ് നടത്തണം. ഈ മനുഷ്യനെ ആകെ വ്രണമായി പുഴുക്കളിങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്ന, ചീഞ്ചലമയുന്ന, ആളുകളെ മൂക്ക് പൊത്തിയിട്ട് പോകുന്ന ഒരു മനുഷ്യൻ കിടക്കുന്നത് നിങ്ങൾ മനസ്സിനെ കാണണം. എന്നിട്ട് കുഞ്ഞിനെ വിളിക്കുമ്പോ നിങ്ങൾക്ക് പ എന്ന് വന്നാലും പണ്ടെന്നേ പറയുള്ളൂ, പണ്ടാണെന്ന് പറയില്ല. പണ്ടെന്ന് പറഞ്ഞ സ്വർണ്ണമുണ്ട്. അതെ, അത് നമ്മൾ മനസ്സിലാക്കണം. മക്കളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് മോശമാവണമെങ്കിൽ നമ്മൾ പറയണം, അപ്പോഴേ അത് പഠിക്കുള്ളൂ. നമ്മൾ പറയാത്തത് പഠിക്കൂല. ശരിയല്ലേ? അപ്പൊ ഇന്ന് മുതൽ ചിന്തിക്കുക, എന്റെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയേണ്ടതും പറയേണ്ടാത്തതുമായ വാക്കുകളുണ്ട്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫൈറ്റിങ് അല്ലേ, അപ്പൊ വിളിക്കുന്ന തെറികള് മക്കൾ അതൊക്കെ കേട്ട് പഠിക്കുക. മക്കൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ മാതാവ്, എന്താണ് പിതാവ്, ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെയാണ്. അതും നമ്മൾ ചിന്തിക്കേണ്ട കേസാ. ഒരു കുട്ടീനെ പഠിക്കാനിരിക്കുക, മലയാള ഭാഷയ്ക്ക് പഠിക്കുന്ന കുട്ടി സിറ്റ് ഔട്ടിൽ നിന്ന് രാവിലെ പഠിക്കുന്ന പരീക്ഷയാണ്. കാന്തൻ ഭർത്താവ്, കാന്തൻ ഭർത്താവ്, കാന്തൻ ഭർത്താവ്. അപ്പൊ അടുക്കളയിൽ ദോശ ചുടുന്ന അമ്മ വിളിച്ചത് മോളെ ശരിക്കും നോക്ക്, കാന്തൻ ഭർത്താവ് ആയിരിക്കും. അപ്പൊ ആ കുട്ടി അച്ഛൻ പത്രം വായിച്ചിരിക്കും, അച്ഛന്റെ മുഖത്തേക്ക് ഒരു നോട്ടം, ഒരു ശീല്. നമ്മൾ ഒരുപാട് വാക്ക് നമ്മളുടെ പാടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ട് വളരുന്ന കുട്ടി ഇങ്ങനെയല്ലേ വളരുന്നുള്ളൂ അല്ലേ? എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു സൈഡില് പയറിന്റെ വിത്ത് നിങ്ങൾ ഇട്ടു, അടുക്കള കൃഷി ചെയ്യാറുണ്ട്. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ മുള പൊട്ടി ഇലകളൊക്കെ ഒരു ചെടി രൂപത്തിലാവും. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഒരു കമ്പ് കുത്തി കൊടുക്കില്ലേ? അതെന്തിനാ? നേരായ രൂപത്തിൽ വളരാൻ. ആ കമ്പ് കുത്തിയില്ലെങ്കിലോ നേരായ രൂപത്തിൽ വളരില്ല, കായ്ക്കില്ല അല്ലെ? അത് നമുക്കറിയാം. അതുപോലെ ഒരു വിത്ത്, ദൈവം തന്ന വിത്ത് നമ്മുടെ സംരക്ഷണത്തിൽ വളർന്നു വരുമ്പോൾ ഒരു നേർരേഖ കാണിച്ചു കൊടുക്കണം. പറയേണ്ടാത്തവർക്ക് കുഞ്ഞ് പറയുമ്പോൾ നമ്മൾ അത് തിരുത്തണം. തിരുത്തണമെങ്കിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കരുത്. എന്ന് മാത്രമല്ല, മുമ്പൊക്കെ നല്ല നല്ല താരാട്ടുപാട്ട് കേട്ടാണ് കുട്ടികൾ ഉറങ്ങിയിരുന്നത്. അമ്മയുടെ ഉമ്മമാരുടെ നാവിൽ നികർന്ന മധുരമൂറുന്ന താരാട്ടുപാട്ടില്ലേ? ഞാനൊക്കെ ഓർക്കാറുണ്ട്. എന്റെ അനിയത്തി കുട്ടികൾക്ക് എന്റെ ഉമ്മ ഉറക്കുമ്പോ, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഒരു 11 മണിയാകുമ്പോ എല്ലാ വീട്ടിൽ കേൾക്കേണ്ടതയോ ആരംഭ പൊന്നോമലേ ആശേകം ആമ്പരേ അന്ന തന്ന കാതലേ താലുലം 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 കുഞ്ഞേ താലുലം കേട്ടു നീ ഉറങ്ങണം മോനെ വീരാം അലിയാരുടെ. ആ ഓളങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉറക്കിലേക്ക് വൈദ്യുതി വീഴുക. ആ ഉറക്കം വരെ ഇങ്ങനെ കേൾക്കും. നമ്മള് ഇപ്പോഴോ മൊബൈലാണ് ഓണാക്കിയിട്ട് തൊട്ടിലിന്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് സമയമല്ല. ആയത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പൊ മാതാവിനോട് ദേഷ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആരോടാ? മാതാവിനോട്. കാരണം എന്താ? ആ കുട്ടിക്ക് ഇഷ്ടം എന്തിനോടാ? മൊബൈൽ ഫോണിനോട്.
ചെറുപ്പം മുതൽ കണ്ടുകൊള്ളുന്നത് മാതാവിന്റെ നാവിൽ നിന്ന് കേട്ട് പഠിക്കേണ്ട ആസ്വദിക്കേണ്ട പാട്ട് ഈ യന്ത്രത്തിൽ നിന്ന് പഠിക്കുമ്പോ ആ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് ആ യന്ത്രത്തിനോട് ഇഷ്ടം വരുള്ളൂ. ശരിയല്ലേ? അപ്പൊ ആരെയും ഉത്തരവാദി മക്കളാണോ? അല്ല. ഇങ്ങനെ കൊടുക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, എന്ത് കാര്യത്തിനൊക്കെ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത്? ഒന്ന്, അടങ്ങിയിരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞ് അടങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ താങ്ങാൻ പറ്റുമോ? മറ്റൊന്ന് കൊടുക്കുന്ന എന്തിനാ? കരയാതിരിക്കാൻ. അല്ലേ? കുഞ്ഞുങ്ങളിപ്പോ കരഞ്ഞെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കരയും. ഏത് വേണം? കുഞ്ഞുങ്ങളാകുമ്പോ കരയണം. കരയാത്ത കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞിപ്പോ കരയുന്നില്ലെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ആ മക്കളെ ഓർത്തിട്ട് നമ്മൾ കരയും. ഒരുപാട് അനുഭവം എന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് കരച്ചിൽ ഞാൻ കേട്ടതുകൊണ്ട് പറയാം. അപ്പൊ ശ്രദ്ധിക്കണം. മൂന്നാമത്, ഭക്ഷണം കഴിക്കാൻ. അല്ലേ? നിങ്ങളുടെ കുഞ്ഞു വാവ ഒരു ബ്ലേഡിന്റെ കഷ്ണം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടു. എന്ത് ചെയ്യും? അത് വാങ്ങി വെക്കും. എന്താ കാരണം? മുറിയാകൂലേ? അല്ലെങ്കിൽ കത്തുന്ന തീയ്, ആ വിറകിന്റെ ഒരു കഷ്ണം അതിന്റെ തല കത്തിക്കൊടുക്കുക, അതിങ്ങനെ കുട്ടി മിഞ്ഞു നടക്കുക. ഇത് കാരണം നമ്മൾ എന്താ ചെയ്യാ? അത് വാങ്ങി വെക്കും. പൊള്ളൂലേ? ഈ ബ്ലേഡ് തട്ടിയാലും പൊള്ളിയാലും എവിടെയാണ് മുറിവേൽക്കുന്നത്? തൊലിപ്പുറത്താണല്ലോ, അല്ലെ? ആ മുറിവ് ഉണങ്ങും, വേദന മാറും, കലകൂലം വാങ്ങി പോകും. അതിനെ പേടിച്ചിട്ട് ഈ രണ്ട് സാധനം വാങ്ങി വെക്കുന്ന അതേ